Oh guys, welcome back to Work Stories. അപ്പോൾ വാക്ക് സ്റ്റോറീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് വെറൈറ്റി ആട്ടോ. നമ്മളൊരു മിനി ഗോപ്രോ ഉണ്ടാക്കാൻ പോവുക. മിനി ഗോപ്രോ എന്ന് പറയുന്ന നേരം നമുക്കുള്ള ആ ബഡ്ജറ്റ് റേഞ്ചാണ് ടിപ്പിയാണ് സത്യം. വെറും 110 രൂപയ്ക്ക് ഒരു ഗോപ്രോ ഉണ്ടാക്കിയല്ലോ. എങ്ങനെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീഡിയോ പറഞ്ഞാൽ റിച്ച് ആയ ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. സാധാരണക്കാരായ ആൾക്കാരുണ്ടാവല്ലോ, അത് ഈ ഗോപ്രോ വാങ്ങാൻ പൈസ ഇല്ലാത്തവരും ഹെൽമെറ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഉണ്ടാവുമല്ലോ, അവർക്കുള്ള വീഡിയോ ആട്ടോ അത്. അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വർക്ക് സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണണം, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇങ്ങനത്തെ വീഡിയോകൾ ഇതുവരെ ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇത് സംഗതി വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ 3 സംഭവങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന് സാധാരണക്കാരുടെ ഹെൽമെറ്റ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇതാണ് മെയിൻ സാധനം, നമ്മളെ ടൈറ്റിംഗ് ടാപ്പ്. പിന്നെ ഒരു സാധനം ആവശ്യമുണ്ട്, ദേ സെൽഫി സ്റ്റിക്ക്. ഇത് നമ്മൾ വെട്ടി പൊളിക്കാൻ പോകട്ടെന്ന്. നമ്മൾ വെട്ടി പൊളിച്ചിട്ട് അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെട്ടി പൊളിച്ചിട്ട് സെറ്റാക്കുന്ന ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും സ്വന്തം ഇതിൽ തന്നെ ചെയ്ത് നോക്കട്ടോ. സംഗതി ഒന്നുമില്ല, എളുപ്പമാണ് പരിപാടി. ഈ സാധനത്തിന് കുറഞ്ഞ പൈസയേ ഉള്ളൂ, എന്തോ 1.5 രൂപയോ അങ്ങനെ ഏതാണ്ടോ ഇതിനുള്ളൂ. ഇപ്പോൾ ഞാൻ 10 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല, സാധാരണക്കാർ ഈ ഹെൽമെറ്റ് എന്തായാലും എല്ലാവരുടെ അടുത്തും ഉണ്ടാവേണ്ടിയാണ്. പിന്നെ സെൽഫി സ്റ്റിക്ക് 100 രൂപയുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസ സെൽഫി സ്റ്റിക്ക് മാത്രമാണ്, കാരണം നമ്മൾ വെട്ടി പൊളിക്കാനുള്ള, അതുകൊണ്ടാണ്. അപ്പോൾ സംഗതികൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സാധനം വെട്ടി പൊളിക്കുക എന്നുള്ള. ഇത് വെട്ടി പൊളിക്കാണ്ട് ഒരു ഐറ്റം ഉണ്ട്, ഇവിടെ കണ്ടോ, ചെറിയ സ്വിച്ച് ഉണ്ട്, ഒരു ഫ്രണ്ടിൽ ഇവിടെ കുറച്ചപ്പോൾ ഇത് കണ്ടോ. ഈ സാധനം നമുക്ക് ഊരാൻ പറ്റും. ഒരുവിധം എല്ലാ സെൽഫി സ്റ്റിക്കിലും ഇങ്ങനെ സംഭവം ഉണ്ടാവും. ഇതില്ലാത്ത കാണിച്ചാൽ എങ്ങനെ വെട്ടി പൊളിക്കാൻ നിങ്ങൾ നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ വയറെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഈ കണ്ടോ, ഇത് ഊരെടുക്കാം. ഇതൊരു ചെറിയ സ്ക്രൂ സംഭവം കേട്ടോ, ഊരെടുക്കും. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഈ സാധനം എനിക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതും ഈ സ്ക്രൂ വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഈ സാധനം ഇതിനാ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടൈറ്റിംഗ് ടാപ്പ്. 2 or 3 എന്നാകും, കുഴപ്പമില്ല. നമ്മൾ കംഫർട്ട് അനുസരിച്ച്, ഇപ്പോൾ ആ ഫോൺ നിൽക്കുന്ന കംഫർട്ടിന്, ഫോണിൻ്റെ വെയിറ്റ് അനുസരിച്ച് ആവാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് 2 എടുത്ത്, അപ്പോൾ 2 പറ്റില്ല വെച്ചാൽ ഒന്നുകൂടി എടുക്കും. നമ്മൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇതെങ്ങനെ മൗണ്ട് ചെയ്യുക വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സാധനം വെച്ചിട്ട് നമ്മൾ നോക്കാം വെച്ചിട്ടോ. അപ്പോൾ അതെ ഈ സാധനം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ വെച്ച് വെക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് കംഫർട്ട്, അതായത് നമ്മൾ കാഴ്ച മറയുകയും ചെയ്യരുത്, എന്നാൽ ഇത് ഇവൻ നിൽക്കുകയും വേണം, അതാണ് മെത്തേഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സാധനം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിക്ക് വെച്ച് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പം ഇവിടെ നിന്നാണ് ആക്സസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ വെക്കാം. കുറച്ച് ഭാഗം അടിയിലേക്ക് ഒഴിവുണ്ടാവും, കാര്യമാക്കണ്ട. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ ആണ്, എനിക്കൊരു കംഫർട്ട് തോന്നും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ടാപ്പ് ഉണ്ടല്ലോ, ഈ ടാപ്പ് ഞാനത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് നമുക്ക് ഈ സംഭവം ഇവിടെ നൂരെടുക്കാമെന്നുള്ള ഇട്ടാൽ ഈ കോട്ടൺ ക്ലോത്ത് അങ്ങോട്ട് വലിച്ചാൽ മാറി വെക്കും. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ ഹോളിൽ കൂടി, അതായത് അതല്ലോ ഇതിലിങ്ങനെ എടുക്കാം. ഇതിനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചേക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത ടാപ്പ് എടുത്തിട്ട് താഴേന്ന് എടുത്തിട്ട് ഇതിനുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ രണ്ടും നിൽക്കുന്നേരം നമ്മൾ ഈ സാധനം, അതായത് സ്റ്റിക്കിൻ്റെ ഈ ഹെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം, അതായത് ഈ സാധനത്തിൻ്റെ ഒരറ്റം ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഉള്ളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ അപ്പോൾ ഞാനത് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടൈറ്റ് ചെയ്ത ഈ സാധനം ഈ സൈഡിലേക്കാണ്, മറ്റേ ഫോൺ വെക്കുന്നതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഈ ഹെഡിൻ്റെ രണ്ടാമത്തെ ലെഗാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ലെഗും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് താഴെ ഒന്ന് മേത്തിലും കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ചെരുവ് സൈഡിലേക്കുള്ളതുകൊണ്ട് നമ്മൾ ഒരു ടാപ്പ് കൂടി കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ടാപ്പ് മുകളിലായി കൊടുത്തത്, ഈ മുകളിൽ കൊടുത്ത ടാപ്പ് ഇങ്ങനെ ഇതിപ്പോൾ ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്നേരം ഇങ്ങനെ ഇപ്പോൾ ചെറുതായി സൈഡിലേക്ക് ചെരിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് താഴെ തന്നെ മറ്റേ ടാപ്പ് കൊടുത്ത അതേ പൊസിഷനിൽ തന്നെ രണ്ടാമത്തെ ടാപ്പും കൊടുക്കുക കേട്ടോ. ആ ടാപ്പ് നമ്മളിത് ടൈറ്റ് ചെയ്തു. അപ്പോൾ ടൈറ്റ് ചെയ്തതിനു ശേഷം ഒരു സംശയം ഉണ്ടാവും, ബാക്കി വരുന്നത് ഇതാക്കുന്നു. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത് ഊരെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ എപ്പോഴും തിമ്മൽ വെക്കാൻ പറ്റില്ലല്ലോ, ഊരെടുക്കണം. നമുക്ക് ഊരെടുക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഈ സാധനം എന്ന് വെച്ചാൽ ഈ ഹോളിൽ തന്നെ നമുക്ക് കയറ്റിയിട്ടേക്കുക. അപ്പോൾ ഈ ഹോളിൽ കയറ്റിയിടുമ്പോൾ ഇത് ഉള്ളോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതെല്ലാം ഊരെടുക്കാൻ നേരത്ത് ഇത് വലിച്ചു ഊരാൻ എളുപ്പമാണ്.
അപ്പോൾ ഇത് നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തിരികിടുക കേട്ടോ. കണ്ടോ, ഇപ്പോൾ അത് സെറ്റായി. അപ്പോൾ നീറ്റ് ക്ലീൻ സെറ്റപ്പായി. അപ്പോൾ അത് അടുത്തതും അതുപോലെ തന്നെ ഈ ഹോളിലേക്ക് മെല്ലെ ഇറക്കിയിട്ട് കൊടുക്കുക. ഇറക്കിയിട്ട് കൊടുത്തിട്ട് ഈ സൈഡിലേക്ക് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ സംഭവം ഉള്ളോട്ട് പോയി. അതായത് നമ്മൾ നേരത്തെ കണ്ട സ്പോഞ്ചില്ലേ, സ്പോഞ്ച് ഉള്ളോട്ട് കയറി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് സാധനം ഒന്നും വേസ്റ്റ് ആക്കുന്നുമില്ല, ഒന്നും തലമ്പാക്കുന്നുമില്ല. അപ്പോൾ ഇത് സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോൺ മൗണ്ട് ചെയ്യാന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എന്ത് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോൺ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഫോണിപ്പോൾ ബാക്ക് ക്യാമറയിൽ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ക്യാമറ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വീഡിയോ കൂടെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അവിടെ അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഹെഡിൻ്റെ ടോപ്പ് ഭാഗം മേലോട്ട് വലിച്ചിട്ട് നമ്മളെ ഫോണിത് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുക. ഇത് നമ്മൾ മനസ്സിലായില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ സെറ്റായി. ഇപ്പോൾ ഇത് സെറ്റപ്പ് ആയതിനു ശേഷം നമ്മളിത് ഇടുന്ന നേരം ഇത് നമ്മളെ ഫേസ് കവർ ചെയ്യുക. അതായത് നമ്മളെ കണ്ണിൻ്റെ പ്രശ്നമായി വരും, അതായത് മുമ്പോട്ട് കാണുന്നതിൽ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് താഴോട്ട് താത്താൻ പറ്റില്ല, നമുക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾ താഴോട്ട് താത്തി ഈ ഒരു ഇതിൽ പൊസിഷനിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ പരിപാടികൾ ഇത് ഏകദേശം സെറ്റപ്പ് ആയി കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഇട്ടിട്ട് നമുക്ക് ഇതിൽ നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ ഇതിൽ കൂടുന്ന കാഴ്ചകളും കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു വയനാട്ടിൽ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, നോ പ്ലാൻ ട്രിപ്പ്, ആ വീഡിയോയിൽ ഫുള്ള് ഷൂട്ട് ചെയ്ത് ഇതേ മെത്തേഡ് ഉപയോഗിച്ചാട്ടോ. അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് ഇതേ മെത്തേഡില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിന് ശേഷം കൂടുതലുള്ള വീഡിയോ പകുതിയും ഇതേ സംഭവത്തിന് ചെയ്ത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയ ട്രിപ്പുകളും ഇനി ഇപ്പം പോകുന്നതാണെങ്കിലും പകുതി സംഭവങ്ങളും ഞാൻ ഈ മെത്തേഡ് വെച്ച് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം വെച്ചാൽ സംഗതി സെറ്റാണെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ എന്താ പറയുക, ഒരു സേഫ്റ്റി മാക്സിമം പൗച്ചിട്ടിട്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യാം കേട്ടോ. കാരണം ഫോണൊന്നും താഴെ പോയാലും ഫോണൊന്നും പറ്റരുതല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിട്ട് നേരം ഈ രണ്ട് ഭാഗവും നല്ല വൃത്തി കയറി നിന്നോളൂ. കയറി എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ കുഴി ചാടുന്നേരം ഇവിടെ എന്താ പറയുക, റബ്ബറിൻ്റെ സംഭവം കൊണ്ട് ഫോൺ തെന്നി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ തെന്നി പോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മാക്സിമം അറ്റാച്ച് ചെയ്ത് വെക്കുക കേട്ടോ. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിന് ശേഷം താത്തി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനത് ഇതിട്ടാൻ പോകാം കേട്ടോ. കാണോ, ഇപ്പോൾ എനിക്ക് കണ്ണും കാണുന്നുണ്ട്, ഇത് പ്രശ്നമല്ല, ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. കാരണം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചാൽ എനിക്ക് ഇത്രയേ വരുന്നുള്ളൂ. ഇത്രയിലാണ് ഫോണിൻ്റെ ഈ ഹൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്കതൊരു വിഷയമല്ല. നമ്മൾ ഇതിൽ ഒരു എന്താ പറയുക, എനിക്ക് നല്ലൊരു കംഫർട്ടായി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കംഫർട്ട് ഞാൻ ഫീൽ ചെയ്യുന്നത് ഞാൻ ഈ ഒരു രീതി കാണുന്നത് കൊണ്ട് തന്നെ എനിക്കിതൊരു പക്ക കംഫർട്ട് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽമെറ്റുകൾ ചെയ്തു നോക്കുക. ചെയ്തിട്ട് സെറ്റാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഈ മെത്തേഡ് വെച്ച് പുറത്തു പോകും. കാരണം ഫോൺ താഴെ പോയി വീണാലോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രശ്നം വെച്ച് ചാടിയാലോ ഞാൻ ഉത്തരവാദിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഞാൻ തന്നെ കണ്ടിട്ടാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളിൽ എത്തിക്കണം തോന്നി, അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് സ്വന്തം റിസ്ക് മാത്രമേ ചെയ്ത് നോക്കാവൂ, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പറ്റെങ്കിൽ ചെയ്ത് നോക്കാം. സംഗതി എളുപ്പമാണ്. വെറും 110 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ട്രിപ്പ് പോകുന്ന പിള്ളേർക്ക് ക്യാമറ, അതായത് ഗോപ്രോ പോലത്തെ ഈ സംഭവങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കിതൊരു ഉപകാരം വേണമെങ്കിൽ. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് ആരും സ്കിപ്പ് ഫുള്ള് കാണും. ഇതിലെടുത്ത വിഷ്വൽസ്, അതായത് ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ എടുക്കുന്ന വിഷ്വൽസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റേക്ക് ഞാൻ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ഫുള്ളായി കാണണം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം ഇതിന് പെർഫോമൻസ് ഉണ്ട്, എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ വയനാട്, മൂന്നാർ, ഊട്ടി അപ്പോൾ അങ്ങനെ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഈ എന്താ പറയുക, വണ്ടി ഓടിച്ച് പോകുന്ന കേട്ടോ നമുക്ക് ഈ വീഡിയോ പകർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇതൊരു ഉപകാരപ്പെട്ട് സംഭവിക്കും. പക്ഷേ പോലീസ് പിടിച്ച വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു പ്രാവശ്യം പോലീസിൻ്റെ കൂടെ പോയപ്പം അവർ കൈ കാണിച്ചിട്ടൊന്നുമില്ല, അവർ നോക്കി നിന്നായിരുന്നു. പേപ്പർ ഇതുവരെ വീട്ടിലൊന്നും എത്തിയില്ല, ഇനി വീട്ടിലെത്തുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നമ്മളെ പണിയും കൈ രണ്ടും ഫ്രീ ആയിരിക്കും, ഒപ്പം എന്ത് ചെയ്യും, ഇതും വർക്കിങ്ങും ആയിരിക്കും. അപ്പോൾ സംഭവം സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്വന്തം റിസ്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആർക്കും ഓവറായി ഞാൻ പോസ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും സംഭവം സെറ്റപ്പാണെന്ന് കൺഫേം ആയത് ഈ കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് തോന്നുന്നവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. പക്ഷേ ഇതൊന്നും തോന്നാത്തവരുണ്ടെങ്കിൽ, ചെയ്യാൻ മടിയുള്ളവരുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത്, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഞാനത് ഊരാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞോണം ഇത് സംഗതിയിലൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, എന്നാൽ പവർഫുള്ളുമാണ്. കാരണം ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഗോപ്രോ വേണമെങ്കിൽ പറയാം. ഗോപ്രോ മീൻസ് ഞാൻ പറയുന്നത് കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ പറയാമല്ലോ കേട്ടോ. നമുക്ക് പെട്ടെന്ന് പറയാം, ഈ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഗോപ്രോ എന്ന് ആദ്യം തൊള്ളയിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോപ്രോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ അടിക്കുക കേട്ടോ. കാരണം നിങ്ങൾക്ക് തരുന്ന വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് നാളേക്കുള്ള പ്രചോദനമാകുന്നത്. അപ്പോൾ
നല്ലവരെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വാച്ചേഴ്സിനും ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.